ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1983 സെപ്റ്റംബർ 25 തീയതിയാണ് അർജന്റീനയിലെ നിക്കോളാസ് നഗരത്തിൽ ഗ്ലാഡിസ് എന്ന സ്ത്രീക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നീല നിറത്തിലുള്ള വസ്ത്രങ്ങളും കയ്യിൽ ഉണ്ണിയേശുവും ജപമാലയുമേന്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ സംഭവം ഇടവക വികാരിയച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഗ്ലാഡിസിനെ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി 100 വർഷം പഴക്കമുള്ള മാതാവിന്റെ രൂപം കാണിച്ചു കൊടുത്തു. ആ രൂപം കണ്ടപ്പോൾ ഇതേ രൂപമാണ് താൻ കണ്ടതെന്ന് അവൾ പറഞ്ഞു. പിന്നീട് ആ രൂപം കേടുപോകി ദേവാലയത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതുവഴി ഒരു മരിയൻ വിശ്വാസ സമൂഹം രൂപപ്പെടുകയും ചെയ്തു. ജപമാല റാണിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 7 ഗ്ലാഡിസിന് രണ്ടാമത്തെ ദർശനം ലഭിക്കുന്നത്. പുഴയോരത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ അന്ന് അവളോട് പറഞ്ഞത്. ഈ സംഭവം സ്ഥലത്തെ മെത്രാനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഈശോയോട് ഒരടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച മരണത്തോളം എത്തിയ 7 വയസ്സുള്ള ഒരു ബാലനെ മാതാപിതാക്കൾ മെത്രാന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. മാതാപിതാക്കളുടെ അഭ്യർത്ഥന പാലിച്ച് പിതാവ് ബാലന് ആദ്യ കുർബാന നൽകുകയും ജപമാല റാണിയോട് പ്രത്യേകം മാധ്യസ്ഥം യാചിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ ബാലന്റെ അസുഖം ഭേദമാവുകയും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. മാതാവിന്റെ പ്രത്യക്ഷീകരണം ലഭിച്ച ഗ്ലാഡിസിന് തുടർന്നുള്ള എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും പഞ്ചക്ഷതം ലഭിക്കുകയുണ്ടായി. ദുഃഖ വെള്ളിയാഴ്ചകളിൽ 3 മണിക്ക് ഗ്ലാഡിസിന്റെ പാദങ്ങൾ ഈശോയുടെ ക്രൂശിത രൂപത്തിന്റെ ആകൃതിയിൽ രൂപപ്പെടുകയും പഞ്ചക്ഷതങ്ങൾ ഏൽക്കുകയും ചെയ്തു. പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഗ്ലാഡിസിന് എഴുതുവാനും മറ്റും കഴിവില്ലായിരുന്നു. എന്നിരുന്നാലും അവൾക്ക് കിട്ടിയ സന്ദേശങ്ങളും മറ്റ് അനുഭവങ്ങളും അവൾ എഴുതി സൂക്ഷിക്കുവാനായിട്ട് തുടങ്ങി. 7 വർഷത്തിനുള്ളിൽ ഈശോയിൽ നിന്നുള്ള 68 സന്ദേശങ്ങളും പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള 1800 സന്ദേശങ്ങളും ഗ്ലാഡിസിന് ലഭിക്കുകയുണ്ടായി. നിക്കോളാസ് നഗരത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിന്റെ സാക്ഷ്യമായി ഈ സംഭവങ്ങൾ ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നു. ആമേൻ.